കുട്ടികളെ തല്ലുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന 4 ഹിഡൻ ഡാമേജസ്. നമ്പർ 1, അവേഴ്സീവ്നെസ് ടുവേർഡ്സ് ദ പണിഷർ. കുട്ടികളെ തല്ലുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ഈ പ്രവൃത്തി തെറ്റാണെന്നും ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്നും അല്ല കുട്ടി ലേൺ ചെയ്യുന്നത്. പകരം ആരാണോ ഈ പണിഷ്മെന്റ് നൽകുന്നത്, ഈ വ്യക്തി എന്നെ ശിക്ഷിക്കുന്ന ആളാണെന്നും ഇയാളെ പേടിക്കണമെന്നുമാണ് കുട്ടി ലേൺ ചെയ്യുന്നത്. നമ്പർ 2, സപ്രഷൻ നോട്ട് എലിമിനേഷൻ ഓഫ് ബിഹേവിയർ. പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. പല പേരൻസും പറയാറുള്ളതാണ്, മറ്റെന്തെല്ലാം ചെയ്തിട്ടും അനുസരിക്കാത്തൊരു കാര്യം നമ്മളൊരു അടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ കുട്ടി അനുസരിക്കുന്നു. പണിഷ്മെന്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇവിടെ കുട്ടി അനുസരിക്കുന്നത് ഭയം കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ബിഹേവിയർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പിന്നീട് ഒരു അവസരത്തിൽ പുറത്തെടുക്കാൻ വേണ്ടി സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ പേരൻസ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിഹേവിയർ കുട്ടികൾ കോളേജിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ എത്തുമ്പോഴോ, അതായത് പാരന്റ്സിന്റെ കൺട്രോൾ അവരുടെ മേൽ ഇല്ലാത്തൊരു സമയത്ത് പുറത്തെടുക്കുന്നത് കാണാം. നമ്പർ 3, മോഡലിംഗ് അഗ്രഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു കാര്യം മര്യാദ ഭാഷയിൽ പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ തല്ലിയും അവരടുത്ത് ഷൗട്ട് ചെയ്തും നമുക്ക് നടത്തിയെടുക്കാമെന്നാണ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത്. നമ്പർ 4, ഫിയർ ആൻഡ് ആങ്സൈറ്റി. പണിഷ്മെന്റ് ഒരു സൈക്കോളജിക്കലി അൺസേഫ് എൻവയൺമെന്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എപ്പോഴും ഭയവും ആങ്സൈറ്റിയും ആയിരിക്കും. എപ്പോഴാണ് എന്ത് കാര്യത്തിനാണ് എന്നെ ശിക്ഷിക്കുക എന്നുള്ളത് അറിയില്ല. ഇത് ഭാവിയിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സോ ലോ സെൽഫ് എസ്റ്റീമോ പീപ്പിൾ പ്ലീസിംഗ് ടെൻഡൻസീസിനോ ഒക്കെ കാരണമാകും.